നമ്മളെ നടികർ സിനിമ റിലീസായി, അതിന്റെ റിവ്യൂ പറയണ്ടേ? അപ്പൊ ഡാൻസ് കളിച്ചോണ്ടിരുന്നാ മതിയോ? അല്ല, സിനിമയുടെ ആ ഒരു ഇതല്ലേ തയ്യാറോട് കയറിയല്ലേ? അങ്ങനെ നടികർ കണ്ടു എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. ജീൻ പോൾ ലാൽ, അതായത് നമ്മുടെ ലാലിന്റെ മകന് ഹണിബി ഒക്കെ ഡയറക്ട് ചെയ്ത ആള് അല്ലേ? അപ്പം ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നല്ലേ? ഹണിബി ഒക്കെ കണ്ടിട്ട് ഇപ്പൊ ആ ഒരു ത്രില്ലിൽ തന്നെയാണ് പോയത്. അപ്പൊ എന്ത് പറഞ്ഞാലും ഞങ്ങൾ പോയി കണ്ടു. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ വിചാരിച്ചു അത് തീർച്ചയായിട്ടും ആയിരിക്കും എന്ന് ഒരു പടത്തിനകത്ത് പറയുന്നുണ്ട്. ഏതിനകത്ത് അറിയാം? മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ. അപ്പൊ കുറെ സിനിമകളുടെ ഒരു മിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ അങ്ങനെ ഒന്ന് കണക്ട് ആകുന്നുണ്ട്. അപ്പം അതിലേക്കൊക്കെ വരാം. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇതിനകത്ത് പ്രധാന ആർട്ടിസ്റ്റുകളായിരിക്കും നമ്മൾ പറഞ്ഞു കൊടുത്തേ. ഭാവനയാണോ മീന്? ആദ്യം പിന്നെ ഭാവന, സൗബിന്, പിന്നെന്നാ സുരേഷ് കൃഷ്ണ, ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷൈൻ ടോ ചാക്കോ, പിന്നെ സലിംകുമാറിന്റെ മകനുണ്ട്, പിന്നെ അനു മേനോനുണ്ട്. ഇത്രയും ആൾക്കാരുണ്ട്. പിന്നെ ധ്യാൻ ശ്രീനിവാസനുണ്ട്, ഗണപതി ഉണ്ട്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇവരെ പറ്റിയൊക്കെ എന്താ പറയുക, ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ടോവിനോ അറിയാലോ, പിന്നെ പറയേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെ ആയിരിക്കും സിനിമയിൽ, എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കുന്നത് ഒരു എബോവ് ആവറേജ് വരെ കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ സൗബിൻ പറ്റി പറയുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ എവിടേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചില സംഭവങ്ങൾ ചില സിനിമയായിട്ട് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് പറഞ്ഞേ, ആ സിനിമയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ എവിടേക്കോ ആ ഗ്രാഫ് താഴോട്ട് പോകുന്നത്. പിന്നെ സുരേഷ് കൃഷ്ണ നല്ല രീതിയിൽ അല്ലേ, ഫസ്റ്റ് ലാസ്റ്റ് വരെ നമ്മൾ പല സിനിമയും വില്ലനൊക്കെ ആയിട്ട് കണ്ട ആ സുരേഷ് കൃഷ്ണ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ, ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ലൊരു സ്ക്രീൻ സ്പേസും ഉണ്ട്. പക്ഷെ നമുക്ക് എന്തോ അല്ലേ എന്താ പറയാ, പടത്തിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. പിന്നെ ബാലു വർഗീസ് ഉണ്ട്. പിന്നെ ഭാവനെ പറ്റി പറയുകയാണെങ്കിൽ വെറുതെ ഒരു നായികയെ കൊണ്ടുപോയിട്ടേക്കുന്നു. സിനിമയുടെ നായിക വേണമല്ലോ എന്നോർത്തുകൊണ്ട് അങ്ങനെ കൊണ്ടുപോയിട്ടേക്കുന്ന ഒരു അതുപോലൊക്കെ നമുക്ക് തോന്നി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഭാവനയ്ക്ക്, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇതിനകത്ത് ആർക്കുണ്ടായിരുന്നു? ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നു. ഷൈൻ ടോം ചാക്കോ പിന്നെ പറയണ്ട, ഷൈൻ ടോം ചാക്കോ ആ ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ, പുള്ളിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് ചെറിയൊരു ഇതില്. പിന്നെ ഇന്ദ്രൻ ചേട്ടൻ ഉണ്ട്. ഇന്ദ്രൻ ചേട്ടൻ കുറച്ച് റോളേ ഉള്ളതിലും അത് ഗംഭീരമായിട്ട്. ഇപ്പൊ നമുക്ക് ഇന്ദ്രൻ ചേട്ടനെ പറ്റി പറയേണ്ട കാര്യമില്ല അല്ലേ? പിന്നെ അനൂപേനൻ, അത് നമുക്ക് ലാസ്റ്റ് അതാ പറയാം. അനൂപേനൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം. അപ്പൊ അത് പറയുന്നതിന് മുൻപായിട്ട് ഈ സിനിമ കാണാൻ ആർക്കൊക്കെ തിയേറ്ററിലേക്ക് വരാം, ആരൊക്കെ തിയേറ്ററിലേക്ക് പോകരുത് എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഞാൻ പറയാം, ഞാനൊരു സാധാരണക്കാരാണല്ലോ. അപ്പോ എനിക്ക് സത്യം പറഞ്ഞാല് ഇത് അത്ര കലങ്ങിയില്ല. ഉള്ള പോലെ പറയണല്ലോ, ബോറിംഗ് ആയിരുന്നു. എനിക്ക് പടം ഒരു പകുതി ആയപ്പോ തന്നെ എനിക്ക് ബോറ് തോട്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ ബോറടിച്ചോണ്ട് കേട്ടോ. സത്യം പറഞ്ഞാല് നമ്മള് വിചാരിച്ചൊരു വൈബ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയില്ല. എന്റർടൈൻമെന്റ് മൂവി അല്ല, അഫ്കോഴ്സ്, തീർച്ചയായും. എനിക്ക് ഒരു സാധാരണക്കാരൻ എനിക്ക് തോന്നണം എന്താ അറിയോ, ഈ ഫിലിം ഫീൽഡായിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്നവർക്കൊക്കെ ഇത് നല്ല ഇഷ്ടപ്പെടും ചിലപ്പോൾ. കാരണം അവരുടെ എങ്ങനെയാണ് ഒരു അഭിനയിക്കാനുള്ള ഒരു എഫേർട്ട്, എങ്ങനെയൊക്കെയാണ് ഒരു ഐ മൂവ്മെന്റ് എങ്ങനെ കൊടുക്കണം അഭിനയത്തിൽ, ഒരു ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെ കൊടുക്കണം, അങ്ങനെ ഓരോ പഠനമാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. അല്ല ഫേസ് കൊണ്ടുള്ള എക്സ്പ്രഷൻ മാത്രമല്ല, പല മൂവ്മെന്റ്സും നമ്മുടെ ശാരീരികപരമായിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊക്കെ എത്ര എഫേർട്ട് ഉണ്ട്, അങ്ങനത്തെ അതായത് അഭിനയം എത്രത്തോളം എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു സാധാരണക്കാരൻ ഞാൻ സാധാരണക്കാരായതുകൊണ്ട് പറയണവർക്ക് ഇത് ദഹിക്കുമോ എന്നുള്ളൊരു കാര്യത്തില് സംശയമാണ്. പിന്നെ ഈ സിനിമയുടെ അകത്തെ കാര്യങ്ങളായതുകൊണ്ട് ഒരു സിനിമാ പ്രേമിക്ക്, ഒരു സിനിമ അല്ലെ, അതുപോലെ സിനിമയിൽ അല്ലെ സിനിമയായിട്ട് അത്ര അറ്റാച്ച് ആയിട്ടുള്ളവർക്കൊക്കെ നല്ലപോലെ ദഹിക്കും. പിന്നെ എന്നാൽ അത്രമാത്രം ദഹിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ മുമ്പ് നേരത്തെ പറഞ്ഞത്, മമ്മൂക്കയുടെ ബെസ്റ്റ് ആക്ടർ. അപ്പോൾ അതിനകത്ത് രഞ്ജിത്ത് സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മോഹൻ നിങ്ങളൊരു നടനാണെങ്കിൽ ആയിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ, എന്ന് പറഞ്ഞാൽ അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് ഈ രഞ്ജിത്ത് ഇതിനകത്തും സംവിധായകനായിട്ട്. അത് വേറൊരു പേരിലാണ് അല്ലേ. അപ്പം അദ്ദേഹത്തിന് ഈ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നു. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണല്ലോ, ഇവന്റെ നടനാണ്, ആ നടൻ എങ്ങനെയായിരിക്കണം അല്ലേ, എങ്ങനെയൊക്കെ ഒരു നടനാകാം, എങ്ങനെയൊക്കെ ഒരു നടനാകരുത്, എങ്ങനെയൊക്കെ ഒരു സൂപ്പർ സ്റ്റാർ ആകാം, ആ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞതിന് ശേഷം എങ്ങനെയൊക്കെ ഒരു മനുഷ്യനാകാൻ പാടില്ല എന്നൊക്കെയുള്ളതാണ് പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പം
അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഉദയനാണ് താരം എന്ന സിനിമയിലും ഉണ്ട് അല്ലെ. അപ്പം ഇതൊക്കെയായിട്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് തോന്നും. പക്ഷെ നമുക്ക് ഈ ഒരു സിനിമകളെ വെച്ചൊന്നും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഉദയനാണ് താരം ഒക്കെ ഒത്തിരി ഒരുപാട് മേള് റേഞ്ചിൽ നിൽക്കുന്നു. ഇതൊക്കെ എവിടെയൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് അത്ര വർക്ക്ഔട്ട് ഹീറോയിസം കാണിക്കാൻ ശ്രമിച്ച പോലെ തോന്നി എനിക്ക് ഈ മൂവിയില്. അത് സൂപ്പർ സ്റ്റാറില്ല, അതങ്ങനെ ആയിക്കോട്ടെ. അതിനകത്ത് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ആയിരിക്കും, പക്ഷെ എനിക്ക് അത്ര ഇത് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ അത്ര വലിയ സംഭവമൊക്കെ മാത്രം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. എനിക്ക് അതാ പറഞ്ഞു. പിന്നെ ടോവിനോ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഒറ്റ പേര് വെച്ചിട്ടാണ് ഞാൻ ഈ മൂവി കാണാൻ പോയത് കേട്ടോ. ഉള്ളത് പോലെ പറയുന്നത് ടോവിനോ. അതെ. പിന്നെ ഈ ഉദയനാണ് താരത്തിനകത്ത് ശ്രീനിവാസൻ, ജഗതി എന്ന് പറയുന്ന അവര് നമ്മളൊരു കോമ്പോ ഉണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് നവരസം രസങ്ങൾ പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന പോലൊരു സംഭവം. അതല്ല, അതിന്റെ വേറൊരു ടൈപ്പ് ഇതിനകത്ത് ചെയ്തേക്കുന്നത് സൗബിനാണ്. സൗബിനാണ് എന്താണ് അഭിനയം പഠിപ്പിക്കാൻ വേണ്ടി ടോവിനോ എടുത്ത് വരുന്നതാണ്. അപ്പൊ ഇവര് നമ്മളുടെ ആ ഒരു കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഇവർക്ക് അങ്ങ് ആ അഭിനയം എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അത്രമാത്രം അങ്ങ് ഈ അഭിനയിച്ച് കാണിപ്പിക്കുക അത്ര നമുക്ക് വർക്കൗട്ട് ആകത്തില്ലാത്ത അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ തോന്നുന്നത് ഇതിനകത്ത് പ്രധാനമായിട്ടൊരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്? പോരായ്മ എനിക്ക് തോന്നിയ എന്താ അറിയോ, ഒരു എന്റർടൈൻമെന്റ് എനിക്ക് കിട്ടിയില്ല പടത്തിൽ. അതായത് പടം എന്ന് പറഞ്ഞാൽ അതിനത് ലാഗാണ് പടം. ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവെല്ല് കഴിഞ്ഞതിന് ശേഷം, അതായത് അത്യാവശ്യം ഉള്ള കാര്യം പറയാലോ, ഈ സിനിമ തുടങ്ങിയിട്ട് നല്ലൊരു ഗ്രാഫ് ഇങ്ങനെ കയറും. ആ ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് ആ ഗ്രാഫ് അതേപടി അങ്ങനെ അതല്ലേ അല്ലേ, അങ്ങനെ ഒരു ഫീൽ എനിക്ക് അതിനെ കുറച്ച് ഏറ്റവും അരോചകത്വം എന്ന് തോന്നിയത്. ചിലപ്പോൾ അവർ ഏറ്റവും കിടു എന്നൊക്കെ പറഞ്ഞ് അതിനുവേണ്ടി തന്നെ കൊണ്ട് എത്തിച്ചതാണ് ആ ക്ലൈമാക്സ് സീൻ. ക്ലൈമാക്സ് സീൻ അങ്ങ് കയറിയില്ല. നമുക്ക് ആ ഉദ്ദേശിക്കുന്ന ആ ഒരു സാധനം കിട്ടുന്നില്ല. ഇപ്പം ബെസ്റ്റ് ആക്ടറിനകത്ത് മമ്മൂക്ക എന്താ പറയാ, നിങ്ങൾക്ക് ഈ ഡയലോഗ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങ് ഇമോഷനായിട്ട്, സാർ ഞാൻ അഭിനയിക്കത്തില്ലേ, ഇതല്ലേ സാർ അഭിനയം എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു ഇമോഷണൽ ഒരു ഇതുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഈ സിനിമയ്ക്കകത്തും ടോവിനോ ലാസ്റ്റ് ആയിട്ട്. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് തോന്നിയത്, ഇപ്പം ആ അവസാനം ഇത് നല്ലൊരു നടനാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലൈമാക്സ് സീൻ ഉണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും അനൂപ് മേനോന്റെ കൂടെ അങ്ങിട്ടേക്കുവാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ അഭിനയം നോക്കുമ്പോഴത്തേക്ക് അനൂപ് മേനോൻ ഒരുപാട് ഗ്രാഫ് മേളിൽ നിൽക്കുന്നത്, അതായത് ആക്ടിങ്ങില്. അന്നേരം ടോവിനോ അങ്ങ് താഴെ ആ ഒരു സെന്റി അങ്ങ് വർക്ക്ഔട്ട് ആയിട്ടില്ലാത്ത പോലൊരു ഫീല് ഉണ്ടാകുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ അങ്ങനെ ഒരു പെയിൻ നമുക്കുണ്ടാകുന്നില്ല. നമ്മൾ എവിടെയോ കണ്ടു തീർന്നു. പിന്നെ ആ ഒരു ഇമോഷൻ പിന്നെയും വർക്ക്ഔട്ട് ആക്കി എടുക്കുന്നത് അനൂപ് മേനോനാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോ എല്ലാവർക്കും കലങ്ങണമെന്നില്ല. പിന്നെ എന്താ പറയാ, തല്ലുമാല എന്ന് പറയുന്ന സിനിമയില് ടോവിനോട് കുറെ മാസ് ആക്ഷൻ, പിന്നെ എന്താ പറയാ, പല 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 രൂപത്തിൽ വരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് നല്ലൊരു ത്രൂ ഔട്ട് ആയിട്ട് അങ്ങനെ പോകുന്നില്ല. അതാണ് ആ ശ്രീനോട് പറഞ്ഞു എന്ന് കാണുന്ന ടോവിനോ ഒരു ഡിഫറെന്റ് ലുക്കാണ് ഇത്തവണത്തെ ഈ മൂവിയിൽ എന്ന് പറഞ്ഞു ഫസ്റ്റ് കണ്ട സമയത്തൊക്കെ. അതെ. പിന്നെ അതുപോലെ ഏറ്റവും വലിയൊരു മെസ്സേജ് പറയുന്നത്, മെസ്സേജ് ഇപ്പൊ ഈയിടെ നടന്ന ഒരു കാര്യമാണ്. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ പറയണത് നമ്മുടെ ഷെയ്നിക്കിന്റെ ഒരു ഇഷ്യൂ ഇല്ലേ, ഡ്രഗ്സ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അഭിനയിക്കുന്നില്ല, സെറ്റിൽ വന്നു കഴിഞ്ഞിട്ട് അഭിനയിക്കുന്നില്ല, ഡയറക്ടർ പറയുന്നതിന് ഒരു ഓപ്പോസിറ്റ് കാണിക്കുന്നു, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നങ്ങളാണ്, മര്യാദ പാലിക്കുന്നില്ല, ഫെഫ്റ്റായിട്ട് വെളിയിലാക്കുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലങ്ങൾ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തും ഡ്രഗ്സിന്റെ ഒക്കെ ഉപയോഗം, വെള്ളവടിയുടെ ഉപയോഗം, ഇതൊക്കെ ഒരു സിനിമയിൽ ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് തുറന്ന് കാണിച്ചിട്ടുണ്ട്. അതെ, ആ ഒരു ഇഷ്യൂ ഒക്കെ ആയിട്ട് എല്ലാവർക്കും കലങ്ങും. നിങ്ങൾ നോക്കിയാൽ അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പം ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരാൾക്കാർക്ക് വന്ന് നോക്കി കഴിഞ്ഞാൽ അത് അത്ര ഒരു വർക്ക്ഔട്ട് ആവണമെന്നില്ല. അതാണ് നമ്മൾ ഉദ്ദേശിച്ച അത്ര പോരാ കേട്ടോ. അതായത് ഞാൻ ഒരുപാട് മേളിൽ പ്രതീക്ഷിച്ചു. ഒന്ന് ടോവിനോട് പടം നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആണ്. അതെ. പിന്നെ ജീൻ പോളിന്റെ പടം, അപ്പൊ അതൊക്കെ ഹണിബി പോലെയൊക്കെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തെങ്കിലും കാണുമെന്ന് പറഞ്ഞതാണ്. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം. കാരണം എല്ലാവർക്കും ഒരേ ഫീലാണ് കിട്ടുമോ നമുക്ക് ഉറപ്പില്ല. ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് തോന്നുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. മസ്റ്റ് വാച്ച്. ഓക്കെ, ബൈ.